ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തലമുടി ഇഷ്ടമില്ലാത്ത ആരാണുള്ളത്? എല്ലാ പെൺകുട്ടികൾക്കും തലമുടി വളരെ പ്രിയപ്പെട്ട ഒന്ന് തന്നെയാണ്. പക്ഷേ പ്രഗ്നൻസിയും അതുമായിട്ട് റിലേറ്റ് ചെയ്ത ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ സ്വാഭാവികമായി തന്നെ നമ്മുടെ തലമുടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ആയി കഴിഞ്ഞിട്ടുണ്ടാകും. ഒട്ടുമിക്ക എല്ലാവരുടെയും തലമുടി നല്ല രീതിയിൽ കൊഴിഞ്ഞു പോകും. ആ സമയത്ത് നമുക്ക് നല്ല വിഷമമുണ്ട്. അയ്യോ, എന്തുമാത്രം മുടി ഉണ്ടായിരുന്നതാണ്, പക്ഷെ ഇപ്പോൾ ഒരുപാട് മുടി കൊഴിഞ്ഞു പോകുന്നു, പുതിയ മുടി അങ്ങനെ വരുന്നതുമില്ല, അങ്ങനെ ഒരുപാട് ടെൻഷനൊക്കെ ഉള്ളവരുണ്ട്. അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് മടി പിടിച്ച ഒരാളാണ് ഞാൻ. തലമുടിയുടെ കാര്യത്തിൽ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാത്ത, അധികം ശ്രദ്ധ കൊടുക്കാത്ത ഒരാളാണ് ഞാൻ. എങ്കിലും 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് കൊണ്ട് എനിക്ക് വലിയ പ്രോബ്ലംസ് ഇല്ലാതെ മുടി കെയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് വന്നൊരു കമന്റ് ആണ്, പ്രഗ്നൻസി ആവാൻ വേണ്ടിയിട്ട് ഒരുപാട് മെഡിസിൻ ഒക്കെ എടുത്തിട്ടുണ്ട്, ഒരുപാട് മുടിയൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട്, അപ്പോൾ എന്തെങ്കിലും ഒരു റെമഡി. അപ്പോൾ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ ഞാൻ ചെയ്യുന്ന സിമ്പിൾ ആയിട്ടുള്ള 2-3 കാര്യങ്ങൾ എനിക്ക് പറയാനായിട്ടുള്ളൂ. അപ്പൊ അതെന്തായാലും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് ഉപകാരപ്പെടുവാണെങ്കിൽ അത് നല്ലതല്ലേ. ഒന്നാമത്തെ കാര്യമായി ഞാൻ ചെയ്യുന്നത്, ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് ഞാൻ തല കുളിക്കാറ്, തലമുടി കഴുകുന്നത്. എല്ലാ ദിവസവും പുറം കഴുകുമെങ്കിലും ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് ഞാൻ തല കുളിക്കാറ്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, തലമുടി നമ്മൾ കുളിക്കുമ്പോൾ അറിയാലോ, തല നന്നായിട്ട് കഴുകി നല്ല രീതിയിൽ തോർത്തൊക്കെ ഇട്ട് ഇങ്ങനെ പിടിച്ച് നന്നായിട്ട് മുറുക്കി കെട്ടി തോർത്തിയൊക്കെ വരുമ്പോൾ എന്തുമാത്രം ശല്യമാണ് മുടിയെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒന്നിടവിട്ട ദിവസങ്ങളിൽ തലമുടിക്ക് ഒരു റെസ്റ്റ് കിട്ടുന്നത് നന്നാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നിടവിട്ട ദിവസങ്ങളിൽ കുളിക്കും. ചിലപ്പോൾ 2 ഡേയിൽ ഒരു ദിവസം കുളിക്കുന്ന ദിവസമുണ്ട്. അപ്പോൾ തല കഴുകി അധികം നമ്മൾ തലമുടിക്ക് റെസ്റ്റ്ലെസ് ആകാതെ ഒരു റെസ്റ്റ് കൊടുക്കുന്നത് നന്നാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതാണ് ഒന്നാമത്തെ കാര്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, കുളിക്കുന്നത് മാക്സിമം നല്ല വെയിലുള്ള ഉച്ച ടൈമിലായിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ആ ടൈമിലാകുമ്പോൾ തലമുടി നമുക്ക് നന്നായിട്ട് ഉണക്കിയെടുക്കാനൊക്കെ പറ്റും. ഈർപ്പത്തോടുകൂടെ നമ്മൾ കിടക്കുമ്പോഴൊക്കെ നമ്മുടെ തലയിലുള്ള താരനും ഫംഗസും ഒക്കെ കൂടുതൽ ആക്റ്റീവ് ആവാനും അത് തലമുടിക്ക് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ മാക്സിമം ഉച്ചയ്ക്ക് കുളിച്ച് തലമുടി നന്നായിട്ട് ഉണക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക. മഴയുള്ള ടൈമിൽ 2 ദിവസത്തിൽ ഒരിക്കലൊക്കെ കുളിച്ച് തല ഡ്രൈ ആക്കി എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ രണ്ടാമത്തെ ടിപ്സ് ഇതാണ്, മാക്സിമം വെയിലുള്ള സമയത്ത് ഉച്ച ടൈമിൽ നമ്മൾ കുളിച്ച്, അല്ലെങ്കിൽ തലമുടി നന്നായിട്ട് ഡ്രൈ ആയിട്ട് വെക്കാനുള്ള മെഷീന് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ടല്ലോ, തലമുടി നല്ലവണ്ണം ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കണം. ഇതാണ് രണ്ടാമതായിട്ട് ചെയ്യുന്ന കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നതാണ് എനിക്ക് കുറച്ചുകൂടെ ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. അത് എന്നും ചെയ്യുന്ന കാര്യമല്ല, എപ്പോഴും ചെയ്യുന്ന കാര്യവും അല്ല. അപ്പോൾ മൂന്നാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ തലമുടിയെ അപ്പോൾ ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം നിങ്ങൾക്ക് എന്താണ് ഞാൻ ചെയ്യുന്നതെന്ന്. മൂന്നാമതായിട്ട് ചെയ്യുന്നത്, തലമുടി നമ്മൾ എടുത്തതിന് ശേഷം ഒരു ഓയിലോ ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. അപ്പൊ ഇത് ഇടയ്ക്ക് വല്ലപ്പോഴും 2 ദിവസം കൂടുമ്പോഴോ അങ്ങനെയൊക്കെ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട്. ഒരു 5 മിനിറ്റൊക്കെ ഞാൻ ചെയ്യാറുള്ളൂ. അപ്പോൾ ജസ്റ്റ് നമ്മുടെ കൈ വിരൽ, ഒരു മസാജിങ് ഓയിലോ ഒന്നും തേക്കാതെ തന്നെ ഞാൻ ജസ്റ്റ് കൈ ഉപയോഗിച്ച് തലമുടി ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കും കുറച്ച് സമയം. അതിങ്ങനെ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കുറച്ച് സമയം, ഒരു 5 മിനിറ്റൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾക്കിടയിൽ കുറച്ച് റെസ്റ്റ് കിട്ടുമ്പോഴേക്ക് ഇങ്ങനെ ഫുള്ളായിട്ട് തലമുടി ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കും. ഫുള്ള് കവർ ചെയ്ത് 2 കൈയിലെ വിരൽ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് കുറച്ച് സമയം ചെയ്യാറുള്ളൂ. ഞാൻ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കും. ഇങ്ങനെ കുറച്ച് ഫുള്ളൊന്ന് കവർ ചെയ്തതിന് മസാജ് ചെയ്തതിന് ശേഷം ഒന്ന് മസാജ് ചെയ്യുമ്പോൾ തന്നെ തലയ്ക്ക് ഒരു ചെറിയൊരു ആശ്വാസവും തണുപ്പൊക്കെ കിട്ടും. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കുറച്ച് ഒരു 5-10 തവണ ഇങ്ങനെ ഒന്ന് ഫുള്ള് തല കവർ ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഏത് ചീപ്പാണോ ഉപയോഗിക്കുന്നത് ആ ചീപ്പ് വെച്ചിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തും ചീപ്പ് നമ്മുടെ തലയോട്ടിയിൽ കൊള്ളുന്ന രീതിയിൽ നന്നായിട്ട് ഒന്ന് ചീകി ഫുള്ള് തലയും ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ നന്നായിട്ട് ചീകി എടുക്കാറുണ്ട് ഞാൻ. അപ്പോൾ ഈ നമ്മൾ ഉപയോഗിക്കുന്ന ചീപ്പ് വെച്ചിട്ട് തന്നെ ഫുള്ള് നമ്മൾ കോതി കൊടുത്ത് തലമുടിയെ ഇങ്ങനെ വെക്കുക. അപ്പോൾ മസാജിങ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ചീകി വീണ്ടും ഒരു 1, 2, 3 തവണ ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ട് കെട്ടി വെക്കാലാണ്. തലമുടി ഇങ്ങനെ
കെട്ടിവെക്കലാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് ഒരു നല്ല റിസൾട്ടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അധികം മുടി ശ്രദ്ധിക്കാത്ത ഒരാളാണ് ഞാൻ, അത് ആദ്യമേ പറഞ്ഞല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു 2-3 കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ ആലോചിച്ചപ്പോൾ അതാണ് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ടുള്ളത്. എന്നെ പോലെ മടി പിടിച്ചവരൊക്കെ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ചാനൽ സപ്പോർട്ട് ചെയ്യാത്തവർ ചാനൽ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ബൈ.